അസ്സലാമലൈക്കും. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് ഒരു അടിപൊളി മീൻകറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഒരു പുന്നാര മീൻകറി. പുന്നാര മീൻകറി കേൾക്കുമ്പോൾ നിങ്ങൾക്കൊന്ന് പുന്നാരിക്കാൻ തോന്നില്ലേ? നമ്മുടെ മിക്കുമോനെയൊക്കെ പുന്നാരിക്കുന്ന പോലെ. അപ്പം അടിപൊളി പുന്നാര മീൻകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പുന്നാര മീൻ എന്ന് പറഞ്ഞ മീൻ നല്ല ടേസ്റ്റുള്ള മീനാണെന്നാണ് പറയുന്നത്. ഉള്ള കാര്യം പറയും. ഈ പുന്നാര മീൻ ഞാൻ കറി വെച്ചിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ പുന്നാര മീൻ കറി വെക്കാൻ പോകുന്നത്. നല്ല മുളക് അരച്ച് വെച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ മീനെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും കൂടെ നമുക്ക് പുന്നാര മീൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് ആ പുന്നാര മീൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം അല്ലേ മിക്കുമോനെ? അപ്പം ഇതാണ് നമ്മുടെ പുന്നാര മീൻ. ഇത് ഏകദേശം 1 കിലോ പുന്നാര മീനുണ്ട്. ഇങ്ങനെ പീസായിട്ട് ഇങ്ങനെ നമുക്ക് ഫ്ലാറ്റിലൊക്കെ ഉണ്ട്. നമുക്ക് നമ്മൾ മീൻ മേടിക്കുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുതരും. മീനുള്ള പീസ്, അതായത് നമ്മുടെ കറിക്കുള്ള പരുവത്തിനുള്ള പീസാണ് നമുക്ക് കട്ട് ചെയ്ത് കിട്ടിയിരിക്കുന്നത്. ഈ പുന്നാര മീൻ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പുന്നാരിക്കാൻ തോന്നുന്നുണ്ട്. നമ്മൾ ഉപ്പും വിനാഗിരിയും കൂടെ ഇട്ട് ഒരു 10 മിനിറ്റോളം വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്നതാണ് ഈ മീൻ. നിങ്ങൾക്ക് വല്ല പേരക്കയൊക്കെ തരത്തുള്ളൂ. ഞാൻ പൊളിച്ചു തരണം. വെളുത്തുള്ളി പൊളിച്ചു തരാമോ? ആ പൊളിക്ക്. വെളുത്തുള്ളി പൊളിച്ചതാ മോള്. വെളുത്തുള്ളി പൊളിക്കാൻ പോകുന്നു കുക്കു വെളുത്തുള്ളി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. വലിയൊരു വെളുത്തുള്ളി എടുത്ത് അച്ചു മിക്കു വെളുത്തുള്ളി പൊളിക്കാൻ തുടങ്ങുവാണ് കേട്ടോ. ഓ തൊലി പൊളിക്കൂ. വേഗം പൊളിച്ചതാ. ഈ പുന്നാരി മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി വെളുത്തുള്ളി പൊളിക്കാൻ മിക്കു കേട്ടോ. വെളുത്തുള്ളിയുടെ ഇറങ്ങുന്നു. വെളുത്തുള്ളിയുടെ ഇരിക്കുന്നുണ്ടല്ലോ ഒരു ഇത് എസൻസ് പോലെ. അത് കാരണം ഉള്ളി ഒരു കിറങ്ങി നിൽക്കുക. വേഗം പൊളിച്ചാ വെളുത്തുള്ളി വേഗം പൊളിച്ചാ. പുന്നാര മീൻകറി ഉണ്ടാക്കണ്ട, വേഗം പൊളിച്ചോ. ഇപ്പം താഴെ വീഴുവേ. ഇത് പറയുന്നില്ല കേട്ടോ. നല്ലൊരു പൊളിക്ക്. വേഗം പൊളിച്ചേ. എന്റെ മിക്കു, നീ എന്നാ മിക്കു കാണിക്കുന്നത്? കട്ട ഈ വെളുത്തുള്ളിയുടെ ഒരു ചുവയുണ്ടല്ലോ, അതിൻ്റെ ഇത് കണ്ടിട്ടാ ഉള്ളി ഇങ്ങനെ തലയിട്ടാ നിൽക്കുന്നത്. കണ്ടിരിക്കുന്നുണ്ടോ? ആ മതി വെളുത്തുള്ളി മതി. നീ എന്നാലേ നീ പൊളിക്കണ്ട. ഞാൻ പൊളിച്ചോളാം കേട്ടോ. ഇതാരേ അപ്പോൾ ഇനി നമ്മുടെ പുന്നാര മീൻകറിക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഒരു 20 വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു. നല്ലപോലെ ഇഞ്ചിയും വെളുത്തുള്ളി ഇതിന് വേണം കേട്ടോ. അല്ല മുളക് അരച്ച മീൻകറിയാണ്, അത് തന്നെയല്ല നല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം, നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പോൾ ഒരു 1.5 ഇഞ്ചി വരുന്നത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി ഇതിന് കുറച്ചുകൂടെ ടേസ്റ്റ് കൂട്ടും. അതുകൊണ്ട് ഞാൻ എന്താ വേണ്ടതെന്ന് ഞാൻ കറി വെക്കുന്ന സമയത്ത് എന്തെല്ലാം പൊടികൾ എന്തൊക്കെയാണ് വേണ്ടതെന്നും അത് എങ്ങനെ ഉണ്ടാക്കും നമുക്ക് അന്നേരം നോക്കാം. ഓക്കെ, നമ്മുടെ പുന്നാര മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു വലിയ ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. കാരണം നമുക്ക് 1 കിലോ മീനുള്ളതാണ്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ചട്ടിക്കകത്ത് നല്ല വൃത്തിയായിട്ട് വെക്കാൻ വേണ്ടി നല്ല വലിയ ചട്ടി വെച്ചിരിക്കുന്നത്. ചട്ടി നല്ല ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. എൻ്റെ ഒരു കൈക്കണക്കാണ്, ഞാൻ കൈക്കണക്കിലാണ് എടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ നിറച്ച് വെളിച്ചെണ്ണ ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പം കടുക് നന്നായിട്ട് പൊട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ഉലുവ ഇടാവുള്ളൂ കേട്ടോ. അല്ലെ ഉലുവ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ കടുക് എല്ലാം ഇവിടെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഉലുവ 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉലുവയും പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതിലേക്ക് എന്തിട്ട് കൊടുക്കണം? വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, ഇഞ്ചി ഇട്ട് കൊടുക്കാം, അതിനുശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളിയുടെ കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ, ഇത് വലിയ കറിവേപ്പിലയാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പിച്ചിയാണ് ഇടുന്നത്. അപ്പോൾ ഇത് 1 കിലോ മീനുള്ളതുകൊണ്ട് ഞാനൊരു 5 കഷ്ണം കുടംപുളിയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കുടംപുളി ഞാൻ കഴുകി ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്.
ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി എല്ലാം കൂടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇത് 2 തക്കാളിയാണ്, നല്ല പഴുത്ത തക്കാളി 2 എണ്ണം അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ തക്കാളി ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വേവണം കേട്ടോ, നല്ലതായിട്ട് തക്കാളി വെന്തുടയണം. നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. തക്കാളി എല്ലാം വെന്തുടഞ്ഞ് നമുക്ക് നോക്കാം. തക്കാളി എല്ലാം നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് വെന്തുടയണം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മളിതിനകത്ത് മല്ലിപ്പൊടി ചേർക്കുന്നു കേട്ടോ. മുളക് അരച്ച മീൻകറിയാണ്, നമ്മൾ മല്ലിപ്പൊടി ചേർക്കുന്നില്ല, മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പം ഞാൻ ആദ്യമേ നല്ല എരിവുള്ള മുളക് പൊടി ഒരു 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കേട്ടോ. എരിവ് വേണ്ടവർക്ക് എരിവുള്ള മുളക് പൊടി തന്നെ ഇട്ട് വെക്കാം. അപ്പം ഞാനിപ്പോൾ 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഒരു 5 വലിയ ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുവാണേ. മുളക് അരച്ച മീൻകറിക്കൊക്കെ ഈ നമ്മുടെ കായപ്പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പം കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് ഒന്ന് ചൂടാക്കി കൊടുക്കുമ്പോൾ നമ്മുടെ മുളക് പൊടിയൊന്നും പെട്ടെന്ന് കരിഞ്ഞു പോകത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ട് ഇതൊന്ന് ഇതിൻ്റെ പച്ചമണം എല്ലാം ഒന്ന് മാറ്റിയെടുക്കുവാണേ. നിൽക്കുമ്പോൾ എൻ്റെ തോള ഇരിപ്പുണ്ട് കേട്ടോ, കണ്ടോ? നിൽക്കുമ്പോനെ കണ്ടോ? നിൽക്കുമ്പോൾ അങ്ങനെയാണ്, എന്നെ കിച്ചണിൽ എൻ്റെ തോള കയറിയാൽ പിന്നെ അവിടെ ഇരുന്നോളൂ. അവൻ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളും ഇതെല്ലാം നോക്കി നിൽക്കുമ്പോൾ എൻ്റെ തോള ഇരുന്നു, കണ്ടോ? നിൽക്കുമ്പോൾ എൻ്റെ നോട്ടം കണ്ടോ? മീൻകറിയൊക്കെ നോക്കി കണ്ടുപിടിക്കുക ആശാൻ. നമ്മുടെ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതാ നല്ല എണ്ണ തെളിഞ്ഞ് നല്ലൊരു പരുവായിട്ടാണ് നമ്മുടെ പൊടിയെല്ലാം കൂടെ. ആ കുടംപുളി ഇട്ട വെള്ളവും കുടംപുളിയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ. അപ്പം നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു അത്യാവശ്യം ഒരുമാതിരി കുറുകിയിരിക്കണം, എങ്കിൽ ചാറും വേണം. അതേ ഒരു പരുവത്തിൽ നമുക്ക് വെള്ളം ഒഴിക്കാവുള്ളൂ. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുവാണേ. തീ ഒന്ന് കൂട്ടിക്കൊടുത്തു, നന്നായിട്ട് ഇളക്കി. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിന് വേണ്ടിയിട്ട് കൊടുക്കാം. അതുപോലെ കറിവേപ്പില ഇടും ഞാൻ കേട്ടോ. അപ്പം ഞാനിന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഈ ചാറിന് ഉപ്പുണ്ടെന്ന് നോക്കാം കേട്ടോ. ഇത്തിരി ഉപ്പൂടെ വേണേ. നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. മീനിലൂടെ ഉപ്പ് പിടിക്കണം, നമ്മുടെ മീനിൻ്റെ കഷ്ണത്തിലൂടെ ഉപ്പ് പിടിക്കണമല്ലോ. അപ്പോൾ നമുക്ക് ഉപ്പ് നന്നായിട്ട് ഇട്ട് കൊടുക്കണം. നല്ല ചാറ് കുടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മീൻ ഇടാതെ തന്നെ ആ ചാറ് കുടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ മീൻകറി വെക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് നോക്കാം. അപ്പം നമ്മൾ തീ കൂട്ടി കൊടുക്കുക, അടച്ചു വെച്ച് ഒന്ന് തിളപ്പിക്കുക. അപ്പം നമ്മുടെ ഗ്രേവി തിളച്ചോന്ന് നോക്കാം. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഗ്രേവി തിളച്ച് മറിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം മീൻ പറക്കിടാവുള്ളൂ. അപ്പം നമ്മുടെ ഈ പുന്നാര മീന് നമുക്ക് ഇതിനകത്തിടാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് പതിയെ പൊടിയാതെ, മീനൊന്നും പൊടിയാതെ, നമ്മുടെ പുന്നാര മീൻ നമുക്ക് വേദനിപ്പിക്കാതെ ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഇങ്ങനെ നിൽക്കണം കണ്ടോ. ഇതങ്ങോട്ട് അടച്ചു വെക്കാം. അപ്പം നമ്മുടെ മീൻകറി തിളച്ചു എന്ന് നോക്കാം നമുക്ക്. അപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. തീ കുറച്ച് വെക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മീൻ നമ്മളിനി തവി കൊണ്ട് ഇളക്കരുത് കേട്ടോ. കാരണം ഇത് പീസ് മീനായതുകൊണ്ട് നമ്മൾ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് നന്നായിട്ട് ഇത് ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ മീൻകറി സൂപ്പർ, നമ്മുടെ പുന്നാര മീൻകറി റെഡി ആയിരിക്കും. അപ്പം നമ്മുടെ പുന്നാര മീൻകറി എങ്ങനെയായെന്ന് നമുക്ക് നോക്കാം. ഹായ്, എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ട് നമ്മുടെ പുന്നാര മീൻകറി വന്നിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം. തീനി ഓഫ് ചെയ്യാം. നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പില ഇങ്ങനെ 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 മേളിലൂടെ ഇങ്ങനെ വെതറിയിട്ട് കൊടുക്കണം. കണ്ടാ. എന്നിട്ട് നമ്മളിതങ്ങ്
അടച്ച് വെക്കണം. അടച്ചിവിടെ ഇരിക്കട്ടെ. ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞാൻ കാണിക്കാം. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മീൻകറി എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ അന്നേരം തന്നെ എടുക്കരുത്, കുറച്ച് കഴിഞ്ഞ് എടുക്കാവുള്ളൂ. തലേദിവസം വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. അപ്പം ഞാൻ ഒരു 2 മണിക്കൂർ, 1.5 മണിക്കൂർ കഴിഞ്ഞ് മീൻകറി ഇങ്ങനെ അടച്ചു വെച്ചിട്ട് ഞാൻ തുറന്നു നോക്കട്ടെ. നമ്മുടെ മീൻകറി സെറ്റായിട്ടിരിക്കുകയാണ്. കണ്ടോ? നമ്മുടെ മീൻകറിയുടെ ഇരിപ്പ് കണ്ടോ? കണ്ട് അടിപൊളിയായിട്ട് നമ്മൾക്ക് സെറ്റായിട്ട് നമ്മുടെ മീൻകറി ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് ഒന്ന് ചെറുതായിട്ട് പീസൊക്കെ നല്ല ഉടയാതെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ? പീസൊക്കെ അത് എങ്ങനെ നല്ല ഉടയാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, ഒന്നും പറയാനില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ പുന്നാര മീൻകറി നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും താങ്ക് യു.